എനിക്ക് തോന്നുന്നു ഈ ചർച്ചയിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സിഗ്നിഫിക്കൻ്റ് പോയിന്റാണ് നമുക്ക് ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ എങ്ങനെ ഇത്തരം പ്രധാനപ്പെട്ട പരിശോധനകൾ നടത്താമെന്നുള്ളതാണ്. ഇപ്പം നേരത്തെ ഡോക്ടർ ഷേണായി പറഞ്ഞു, ഈ സംവിധാനങ്ങളൊക്കെ തന്നെ നമുക്ക് ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടത് രോഗമുള്ള ആളുകൾക്ക് അത് ഏറ്റവും ഫലപ്രദമായി പ്രയോഗിക്കാൻ പറ്റുമ്പോഴാണല്ലോ. ഇപ്പോൾ രോഗികൾ കൂടുതലായി ആശുപത്രിയിൽ വരുന്നത് ഒട്ടും ഒരു നല്ല സാഹചര്യമല്ല, അതായത് ഈ പനിക്കാലത്ത് എന്ന് ഡോക്ടർ ഷേണായി ഒരു പരാമർശം നടത്തി. അങ്ങനെയാണെങ്കിൽ വീടുകളിലേക്ക് ആരോഗ്യ പ്രവർത്തകർ എത്തുക, അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷൻ കൗണ്ടർ വെക്കുക, അവിടെ എത്തി അവർക്ക് വേണ്ട ഏറ്റവും പ്രാഥമികമായ ചികിത്സയും പരിശോധനകൾ ഏത് വേണമെന്ന് നിർദ്ദേശിക്കുക, പിന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ചില യൂണിറ്റുകൾ തയ്യാറാക്കി കൊടുക്കുക. ഇതൊക്കെ IMAക്ക് കൂടി ഇക്കാര്യത്തിൽ കുറേ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്നതല്ലേ? ഇത്തരം ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാവുന്നതല്ലേ? അതിന് പകരം നമ്മുടെ ഈ നടപ്പ് രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടോ ഡോക്ടർ അൽത്താഫ്? തീർച്ചയായിട്ടും ഇതിൽ ഡോക്ടർ ഷേണായി നേരത്തെ പറഞ്ഞ ആ ഒരു അഭിപ്രായം, അതിൻ്റെ പോസിറ്റീവ് സ്പിരിറ്റ് തന്നെ നമുക്ക് ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതിൻ്റെ സതുദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, അതായത് ജനങ്ങളെ ഇപ്പോൾ ഒരുപാട് പനി കേസുകൾ അധികരിക്കുകയും അവരെല്ലാവരും കൂടെ ആശുപത്രിയിലേക്ക് എത്തുകയും വലിയ ക്രൗഡ് ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നുള്ള സതുദ്ദേശത്തോടെയാണ് അദ്ദേഹം അത് പറഞ്ഞത്. പക്ഷേ ഒരു പൊതുജനാരോഗ്യ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് മറ്റൊരു വീക്ഷണം കൂടെ ഉള്ളത്, നമുക്കിപ്പം ഡെങ്കിപ്പനി പടരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ ഇതുവരെയുള്ള കണക്കുകൾ കാണിക്കുന്നത് ഏതാണ്ട് 30,000-ൽ മീതെ കേസുകൾ ഉണ്ടായിട്ടുണ്ട്, 100-ൽ താഴെ ഡെത്ത് ഉണ്ടായിട്ടുണ്ട്. മരണനിരക്ക് എലിപ്പനിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പം വളരെ വളരെ കുറവാണ്, 0.2% വരും. പക്ഷേ ഇതിനോടൊപ്പം തന്നെ എലിപ്പനിയുണ്ട്. നമുക്കിപ്പം എലിഫൻ്റ് ഇൻ ദ റൂം എന്ന് പറയാവുന്നത് ഇതിൽ ഇത്രയും മരണനിരക്ക് കൂടിയ എലിപ്പനിയാണ്. അതുപോലെ മറ്റു രോഗങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സ്വയം ചികിത്സിക്കുക എന്ന് പറഞ്ഞാൽ ഈ രോഗലക്ഷണങ്ങൾ വെച്ചിട്ട് അവർ തന്നെ ഇപ്പം എലിപ്പനി ആയിട്ടുള്ള ഒരാൾ നേരെ മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു സിറ്റുവേഷൻ, അതിലിപ്പം മരണനിരക്ക് കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് കൂടി നിൽക്കാനുള്ള പ്രധാന കാരണം തന്നെ ഈ വൈകി രോഗം തിരിച്ചറിയുന്നതും ചികിത്സ ആരംഭിക്കുന്നതാണ്. എലിപ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിൽ എത്രയും നേരത്തെ ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ അത്രയും വേഗം അല്ലെങ്കിൽ അത്രയും ഫലപ്രദമായിട്ട് നമുക്ക് മരണം ഒഴിവാക്കാൻ സാധിക്കും, ഗുരുതരാവസ്ഥ പ്രാപിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പൊതുജനാരോഗ്യ പ്രവർത്തകൻ എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്നത് മരണനിരക്ക് കുറയ്ക്കുക എന്നുള്ളത്, മരണം ഒഴിവാക്കുക, ഗുരുതരാവസ്ഥ പ്രാപിക്കുന്നത് ഒഴിവാക്കുക. അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ചെയ്യുക. അതിലിപ്പം ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ ഈ വീടുകളിൽ തന്നെ പോയി ആരോഗ്യ പ്രവർത്തകർ അവർക്ക് രോഗം നിർണ്ണയിക്കുന്ന രീതിയിൽ ആ രീതിയിലുള്ള പ്രോട്ടോക്കോളുകൾ വികസിപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് മറ്റൊരു മാർഗം ആലോചിക്കാവുന്നത് സബ് സെൻ്ററുകൾ ഇപ്പം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി പരിവർത്തിപ്പിച്ചിട്ടുണ്ട്. അവിടെ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർമാരുണ്ട്, മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയും ഒക്കെ സേവനം നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും. വേണമെങ്കിൽ സബ് സെൻ്ററുകളിലും ഫീവർ ക്ലിനിക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കണം, അതൊക്കെ ആലോചിക്കാം. പക്ഷേ സ്വയം ചികിത്സിക്കുക എന്നുള്ള ഒരു കാരണവശാലും ഇപ്പോൾ നമുക്ക് അഡ്വൈസ് ചെയ്യാൻ കഴിയുകയില്ല. കാരണം മെഡിക്കൽ കെയർ അറ്റ് ദ ഡോർ സ്റ്റെപ്സ് എന്നത് ഇതുപോലെയുള്ള ഇപ്പൊ എല്ലാ കാലത്തും വേണമെന്നില്ല. ഇതുപോലെ പനി ബാധിതരുടെ എണ്ണമൊക്കെ ഭയങ്കരമായി കൂടുകയും ആളുകളിൽ ആശങ്ക ഉണ്ടാകുകയും ചെയ്യുമ്പോൾ മെഡിക്കൽ കെയർ അറ്റ് ദ ഡോർ സ്റ്റെപ്സ് എന്നത് ഈവൻ IMAക്ക് പോലും നടപ്പാക്കാൻ കഴിയുന്നതാണല്ലോ. കേരളത്തിൽ അത്രയും വ്യാപിച്ചു കിടക്കുന്ന ഒരു സംഘടനയാണല്ലോ IMA. ഇപ്പൊ നിങ്ങൾക്ക് പോലും എനിക്ക് തോന്നുന്നു അങ്ങനെ വേണമെങ്കിൽ ഒരു ഇനിഷ്യേറ്റീവിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണല്ലോ അല്ലേ? തീർച്ചയായിട്ടും അത് ഈ വികേന്ദ്രീകൃതമായ രീതിയിൽ, അതാണ് സബ് സെൻ്ററുകളുടെ കാര്യം പറഞ്ഞതും ഒക്കെ നമുക്ക് ആ രീതിയിൽ ആലോചിക്കണം. അതോടൊപ്പം തന്നെ ഇപ്പം ഇതിൻ്റെ കോസ്റ്റ് ഓഫ് കെയറിനെ കുറിച്ച്, ചികിത്സാ ചെലവിനെക്കുറിച്ചും ടെസ്റ്റിനെ കുറിച്ചും ഒക്കെ പറയുകയുണ്ടായി. ഇതിൽ യഥാർത്ഥത്തിൽ കൃത്യമായ ഇടപെടലുകൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. IMA തീർച്ചയായിട്ടും മുൻകാലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ കോവിഡ് സമയത്ത് അതിൻ്റെ ടെസ്റ്റ് നിരക്ക് വളരെയധികമായിരുന്നു. ആദ്യകാലങ്ങൾ എല്ലാവർക്കും അറിയാവുന്നത് 3,500-4,000 രൂപയായിരുന്നു. IMA അക്കാര്യത്തിൽ ഒരു മാതൃക തന്നെ കാട്ടി. തിരുവനന്തപുരം IMA ഓഫീസിനോടനുബന്ധിച്ച് തന്നെ ഇതിൻ്റെ ടെസ്റ്റിംഗ് കളക്ഷൻ സെൻറ്റർ ഏർപ്പെടുത്തുകയും 500 രൂപയ്ക്ക് വളരെ തുച്ഛമായ നിരക്കിന് ടെസ്റ്റിംഗ് ആരംഭിച്ചുകൊണ്ട് അത് കേരളത്തിലെ മുഴുവൻ ഈ കോവിഡ് ടെസ്റ്റിങ്ങിൻ്റെ ചെലവ് കുറയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയുണ്ടായി. ആ രീതിയിലുള്ള ഇടപെടലുകൾ മുമ്പ് നടത്തിയിട്ടുണ്ട്, മുൻകാലം നടത്തിയിട്ടുണ്ട്. അതുപോലെ ഇനിയും സാധ്യതയുണ്ട്. ഇനിയിപ്പം ഡെങ്കി ടെസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ NS1 ആൻറ്റിജന് 1000-ന് മീതെ ചാർജ് ചെയ്യുന്ന ആശുപത്രികളും സ്ഥാപനങ്ങളും ഉണ്ട്. അത് യഥാർത്ഥത്തിൽ നമുക്ക് കാര്യമായ ഇടപെടൽ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ 10-ലൊന്ന് ചിലവിന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ഇടപെടൽ തീർച്ചയായിട്ടും IMAയുടെ ഭാഗത്ത് നിന്ന് ചെയ്യാനുള്ള IMA ചെയ്യുക തന്നെ ചെയ്യും. അത് സർക്കാർ തലത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ മറ്റ് ആശുപത്രികൾ ഇക്കാര്യത്തിൽ സഹകരിക്കേണ്ടതുണ്ട്. ആരോഗ്യ പ്രവർത്തകരെല്ലാം തന്നെ ഇക്കാര്യത്തിൽ അതിൽ ഇടപെടേണ്ടതുണ്ട്.